അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക് ന്യൂസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് ന്യൂസുകളൊക്കെ പറയാനുണ്ട്, വളരെ കുറച്ചുള്ള എന്നാലും ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണ്. എനിവേ നമുക്ക് നേരെ ന്യൂസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നാണ്. അതെ, ആപ്പിൾ ആറ്റുനോറ്റ് ലോഞ്ച് ചെയ്ത ആപ്പിളിൻ്റെ വിഷൻ പ്രോ സാഡ്ലി ആൻഡ് സങ്കടകരമായി പറയുവാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സെയിൽസ് കുറഞ്ഞു, അതായത് ഷിപ്മെൻറ്റ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഈ പറഞ്ഞ വിഷൻ പ്രോൻ്റെ പ്രൊഡക്ഷൻ പാതി കുറച്ചു, അതായത് ഏറെക്കുറെ പകുതി രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതായത് 700 to 800K യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ട്, അതായത് 8 ലക്ഷം ആ റേഞ്ച് യൂണിറ്റ്സുകളായിരുന്നു ഇവർ വിറ്റ് അഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പകുതിയായി 4 lakh to 450 റേഞ്ചിലാണ് പോകുന്നത്. അതായത് 4,50,000 4 ലക്ഷം രീതിയിലാണ് യൂണിറ്റുകൾ ഇപ്പോൾ വിറ്റ് പോകുന്നത്. അതായത് ചെറുതായിട്ടൊന്ന് പാളി, അത്രേ ഉള്ളൂ. ബട്ട് അടുത്ത വിഷൻ പ്രോ വരുമ്പോൾ ശരി, ഇത് ഓഫ്കോഴ്സ് ഒരു പ്രോഡക്റ്റിൻ്റെ ബേസ് സാധനം വരുമ്പോൾ അത്ര ഹിറ്റാകണമെന്നില്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൾഡ് ആദ്യം പരാജയമായിരുന്നു, മീൻസ് ഫസ്റ്റ് എഡിഷൻ, അത് കഴിഞ്ഞാണ് അത് കയറി വന്നത്. സോ നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഫിനിക്സ് അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. സീരീസിലെ ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ഫോൺ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഇൻഫിനിക്സിൻ്റെ മറ്റേ 14 പറ്റി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ബട്ട് ഈ ഒരു സാധനത്തിനെ പറ്റി വീഡിയോ ചെയ്യാം. കാരണം ഇത് കഴിഞ്ഞ തവണ ഹിറ്റായ ഒരു ഫോണാണ്, ഇൻഫിനിക്സിൻ്റെ GT10 Pro എന്ന് പറഞ്ഞ ഫോൺ. GT10 Pro അത് തന്നെ അതായത് ഗെയിമിങ് കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയ ഒരു ഫോണാണ്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ സക്സസർ അടിപൊളി സ്പെസിഫിക്കേഷനാണ്, ഒന്നും പറയാനില്ല. Dimensity 8200 Ultra, അൾട്ടിമേറ്റ് ആണ് ഇതിനകത്തുള്ളത്. അൾട്ടിമേറ്റ് പോട്ടെ, 8200 കിഡിലൻ ചിപ്സെറ്റാണ് Dimensity 8200. AMOLED ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, 108 മെഗാപിക്സൽ OSന് ക്യാമറ വെച്ചിട്ടുണ്ട്, 5000 mAh ബാറ്ററി, 45 വാട്ട്സിന് ഫാസ്റ്റ് ചാർജർ. സാധനം വൈകാതെ ലോഞ്ച് ചെയ്യും. കൂടാതെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു ഡിസ്പ്ലേ ചിപ്പ് കൂടെ വെച്ചിട്ടുണ്ട് ഗെയിമിങ്ങിന് വേണ്ടി. സോ നമുക്ക് നോക്കാം. സക്സസർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സക്സസർ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 8050 നിന്ന് 8200 ഒരു ജമ്പ, നല്ല കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഗെയിമേഴ്സിന് സന്തോഷ വാർത്തയാണ്, 2022Kയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പവർഫുൾ സാധനം കിട്ടും. ശരിയാണ്, പോക്കോ X6 Pro നമുക്ക് എത്ര 26,000 ഇപ്പോൾ 25 ആയെന്ന് തോന്നുന്നു. അപ്പം ഇതെന്തായാലും അധികം കുറവായിരിക്കും. ഒത്താൽ വളരെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 22,000 രൂപയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇൻഫിനിക്സ് ആണ് നമുക്കിപ്പോൾ പ്രൈസിൽ നല്ല പ്രതീക്ഷയാണ്. 20 വന്നാൽ ചുമ്മാ തീയായിരിക്കും. നോക്കാം. അടുത്തായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് മൂൺട്രോപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തോന്നുന്നു. അവർ 3.5mm ജാക്കുള്ളൊരു ഫോൺ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതെ, സന്തോഷം. 3.5mm ജാക്ക് ഫീച്ചർ ചെയ്ത് റിലീസ് ചെയ്യുന്ന കമ്പനികൾ വളരെ വിരളമാണ്, അല്ലെ ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു രീതിയിൽ 3.5mm ജാക്കിന് ഫീച്ചർ ചെയ്ത കമ്പനിക്ക് എൻ്റെ വക ചെറിയൊരു ക്ലാപ്പ്. അതെ, അടുത്തായിട്ടൊരു ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. സുക്കർബർഗ് അണ്ണൻ പുതിയ അപ്ഡേറ്റുകൾ, സുക്കർബർഗ് അണ്ണൻ അല്ല, അതിൻ്റെ കീഴിലുള്ള വാട്സപ്പിൻ്റെ യമാന്മാർ പുതിയ അപ്ഡേറ്റുകൾ. ഇപ്പോൾ നമുക്ക് കോൾ ആൻസർ ചെയ്യാം, ഡിക്ലൈൻ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പിന് മേളിൽ വരും. ഇപ്പം നിങ്ങൾ ആരെല്ലാമായിട്ട് ഓഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മേളിൽ ഇങ്ങനെ ഒരു ബാറിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹാങ് ബട്ടൺ, ഹോൾഡ് ബട്ടൺ ആണെന്ന് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ നമുക്ക് ഹാങ് അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഈ പറഞ്ഞൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അതെ, അടുത്തുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ മെറ്റ അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. മെറ്റ അണ്ണൻ്റെ പുതിയ OS, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർ റിലീസ് ചെയ്യാൻ പോവുകയാണ്, അതായത് അവർ ഇറക്കാൻ പോവുകയാണ്. ഹൊറിസോൺ OS എന്നാണ് ഇതിൻ്റെ പേര്, ഹൊറിസോൺ. അപ്പോൾ ഹൊറിസോൺ OSൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഗൂഗിൾ ആൻഡ്രോയിഡ് ഇറക്കിയ പോലെയാണ്. സ്വന്തമായിട്ട് ഉപയോഗിക്കത്തില്ലെങ്കിൽ നാട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യും. അതെ, ഏസൂസ്, ലെനോവ, കുറച്ച് കമ്പനികൾക്കൊക്കെ ഈ ഹൊറൈസോൺ OS ഇവർ ഡിപ്ലോയ് ചെയ്യുകയാണ്. പിന്നെ ഉറപ്പായിട്ട് ഇവരുടെ മെറ്റ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് മെറ്റയുടെ VR ഹെഡ്സെറ്റിലും ഈ പറഞ്ഞ OS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇവർ ഈ പറഞ്ഞ കമ്പനികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ടുള്ള ന്യൂസ് ആയിരിക്കും നമ്മുടെ റിയൽമി അണ്ണൻ്റെ ഭാഗത്താണ്. ഇവിടെയാണ് നമ്മൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെ, റിയൽമിയുടെ പുതിയ ഫോണായിട്ടുള്ള നാർസോ 70 5G എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുകയാണ്, എനിക്കൊന്ന് 24 തോന്നുന്നു. ഇവന്മാർക്ക് വട്ടാണ്. ദയവ് ചെയ്ത് ആരിലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. Dimensity 7050 ഒരു ഫോണോട് അവർ ഇറക്കുകയാണ്. റിയൽമി P1 തന്നെയാണത്. എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല, ഇവർ എന്തിനാണ് തന്നെയും പിന്നെ ഒരേ ഫോൺ ഇറക്കുന്നത്. 70 Proയ്ക്കകത്ത് Dimensity 7050 ആണ്, 75Gക്കകത്തും Dimensity 7050 ആണ്. ഇവന്മാർക്ക് എന്നാ കുഴപ്പം? ഇത് ഇപ്പം തന്നെ 3 4 5 ഫോണായി Dimensity 7050 വെച്ച്, സെയിം സ്പെസിഫിക്കേഷന്. ഒത്താൽ ഇത് P1ൻ്റെ അതേ സ്പെസിഫിക്കേഷനിലുള്ള ഫോണായിരിക്കും. ഓൾറെഡി ഇപ്പോൾ P1 ആണ് ഞാൻ 15K അണ്ടർ സജസ്റ്റ് ചെയ്യാറ്. കാരണം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പെസിഫിക്കേഷൻ, നല്ലൊരു ഫോണാണ്. ഈ നാർസോ 70 എങ്ങനെ സജസ്റ്റ് ചെയ്യൂടെ? ഇത് സെയിം സാധനം തന്നെ, ശരിയാ, കുഴപ്പമൊന്നുമില്ല. കൺസ്യൂമേഴ്സ് എന്ന രീതിയിൽ ഹാപ്പി ആകാം. പറഞ്ഞ പോലെ കുറേ പേര് കമൻറ്റ് ചെയ്യും, ബ്രോയ്ക്ക് എന്താ കുഴപ്പം, അവരെല്ലാം റിലീസ് ചെയ്യുന്നത് ശരിയാ. പക്ഷേ ഇവന്മാർക്ക് ഇതൊക്കെ മതിയായില്ലേ? ഇവന്മാർ ഒരുമാതിരി മറ്റേ ഈ മത്സര അടിസ്ഥാനത്തിൽ ഒരേ സാധനം തന്നെ 10 പ്രാവശ്യമൊക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ കാണുന്ന മനുഷ്യർക്കൊക്കെ ഒരു ഇത് വരത്തില്ല. നമുക്കിങ്ങനെ നോക്കും, ഇത് തന്നെയും പിന്നെ ഓരോ സാധനം ഇവന്മാർക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നത്തില്ലേ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. അതൊന്ന്
ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ ന്യൂസ് എന്ന് പറഞ്ഞത് നത്തിങ് അണ്ണൻ ഫോൺ ഇറക്കി പൊളിക്കുകയാണ്. നത്തിങ് ഫോൺ 2A ലാസ്റ്റ് ആയിട്ട് ഫോൺ ഇറക്കി. കൂടാതെ നമ്മുടെ ചാനലിൽ കുറെ നാൾക്ക് ശേഷം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്, ബ്രോ ജീവിതകാലത്ത് എപ്പോഴേലും നീ ഫോൺ അൺബോക്സ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്ന ഫോൺ ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു, അത് നിങ്ങൾ കണ്ടോ? അത് കണ്ടില്ല. ഈ നത്തിങ് ഫോൺ 2A ഞാൻ അൺബോക്സ് ചെയ്തത് അതെല്ലാം കണ്ടോ? അത് കണ്ടില്ല. എന്നിട്ട് ഈ ഡയലോഗ് അടിക്കും, ഞാൻ കുറച്ച് അൺബോക്സിങ്ങേ ചെയ്തിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ഐ അൺബോക്സ്ഡ്. മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സാധനം അൺബോക്സ് ചെയ്യാതെ ഫോണിനെ പറ്റി ചിലക്കാൻ പറ്റത്തില്ല. ശരിയാണ്, നമ്മൾ കൂടുതൽ ഫോൺസ് നമുക്ക് മേടിക്കാനുള്ള സാമ്പത്തിക നീതിയില്ല. വല്ല പ്രധാനമന്ത്രിയുടെ വല്ല യോജനയുണ്ട് ഞാൻ പണ്ട് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഫോൺ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യാൻ. ഇല്ല. എന്തായാലും നോക്കാം. നത്തിങ് അണ്ണൻ്റെ CMF എന്ന് പറഞ്ഞ ബ്രാൻഡിന് കീഴിൽ ഒരു ഫോൺ BISൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതായത് അണ്ണൻ ഇനി CMFലും ഫോൺ ഇറക്കും. സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഓൾറെഡി അവർ ബഡ്ജറ്റ് സെൻട്രിക് എന്ന പേര് 2A ഇറക്കി. ഇനിയിപ്പോൾ 20,000 താഴെയാണ് CMF ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം കോമ്പറ്റീഷൻ വെച്ച് വരുമോ അതോ 2A ഈ പറഞ്ഞ പോലെ ഒരു മിക്സഡ് ഫീലിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഫോൺ. ക്യാമറ ഇച്ചിരി ആവറേജ് ആണെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. 20K നല്ലൊരു സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് ചൈനീസ് ബ്രാൻഡുകൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ CMF അല്ല വേറെ ഏത് FI നമുക്ക് സമ്മതിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ന്യൂസ്. പുതിയൊരു വീഡിയോ എല്ലാവർക്കും